ഹലോ, എന്നത് കണ്ട പേപ്പർ ഗ്ലാസ് കേട്ടാ 50 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതാണ് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടി ഒരു മിക്സ് ചെയ്തതാട്ടാ. അപ്പോൾ മഴക്കാലത്ത് കുറച്ച് വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് കുറച്ച് വിത്ത് വാങ്ങി അത് ഞാൻ ഒരാഴ്ചയൊക്കെ എടുത്ത് അത് പിന്നെ പാവാനായിട്ട്. അപ്പോൾ മഴയൊക്കെ ഒന്ന് പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മഴ ഒന്ന് കുറയട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കാത്തിരുന്നു. അങ്ങനെ മഴയൊക്കെ പോയി, അങ്ങനെ മഴ പോയി എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അതൊക്കെ പാവി, അതായത് ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണ് ഇതേപോലെ എല്ലാ വളങ്ങളും എല്ലായിട്ടും പറിച്ച് നടണ്ടല്ലോ വിചാരിച്ചിട്ട് ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് അതേപോലെ കവറിലൊക്കെ മണ്ണ് നിറച്ചിട്ടാണ് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും പച്ചക്കറി വളം അതേപോലെ ഇല പച്ചില കരിയില എല്ലാം ഇട്ടിട്ടാണ് അത് പാകിയത്. പാകി എന്നിട്ട് ഞാൻ പാവി അങ്ങനെ മുളക്കൂല ഞാൻ പാവി ഉണ്ടാവൂല. ഒരു സാധനം എന്ത് കുഴിച്ചിട്ടാലും അത് അവിടെ ഇങ്ങനെ നിൽക്കുള്ളൂ, അത് വലുതാവില്ല പോവില്ല, അത് അങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി അവൾ എന്ത് കുഴിച്ചിട്ടാലും ഉണ്ടാവും. അപ്പൊ ഞാൻ അവളോട് വരാൻ പറഞ്ഞു. അവൾ വരാൻ നേരം വൈകിയതുകൊണ്ടാണ് ഇത് വിത്ത് പാവാനും നേരം വൈകിയത്. അപ്പോൾ അവളെ വിളിച്ച് അവൾ വന്ന് ഞാനെല്ലാം റെഡിയാക്കി കൊടുത്ത് തട്ടിൻ്റെ മേലെ ഞാനവളോട് കയറ്റി, എന്നിട്ട് അവൾ തന്നെ വിത്തിട്ട് ഒക്കെ ആയി റെഡിയാക്കി സെറ്റാക്കിട്ടോ. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ അത് അന്ന് പാവി അന്ന് രാത്രി പിടിച്ച മഴ ഒരു 10-20 ദിവസം മഴ നിർത്താതെ അങ്ങോട്ട് പെയ്ത്. അപ്പോൾ എന്തുണ്ടായി, ഈ വിത്തൊന്നും മുളച്ചില്ല, ഒക്കെ അഴുകി പോയി. ഇത് മഴ കൊള്ളാൻ പാടില്ല അത്ര. അപ്പോൾ പിന്നെ വിത്തൊക്കെ അഴുകിപ്പോയി. പിന്നെ വിത്ത് അഴുകിപ്പോയതല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കി. അതായത് ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലുപൊടിയും എല്ലാ സാധനവും മേടിച്ചിട്ട് കുറേ പൈസ എനിക്ക് ചിലവായിട്ട് അതൊക്കെ പോയതിലൊക്കെ സങ്കടം. വിത്തിന് പിന്നെ അധികം പൈസ ഒന്നും ആയില്ല, ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, അതുകൊണ്ട് അധികം പൈസ ഒന്നും അതിനായില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ വിത്ത് മുളക്കാതെ ഇപ്പം ഞാൻ അയാളത്ത് പറഞ്ഞു ഇങ്ങനെ വിത്തൊന്നും മുളച്ചില്ല, ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞത് മഴ കൊള്ളാൻ പാടില്ല, തണലത്ത് വെച്ചിട്ട് മുളപ്പിച്ച് 2-3 ഇല വിരിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ ഭാഗത്ത് തെറ്റാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ഇതായില്ല. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വേനൽക്കാലം ആവട്ടെ, പിന്നെ വേനൽക്കാലത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേനൽക്കാലത്തേക്കുള്ള ഒരു വിത്തൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇനി പാവാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എന്നാലും ഈ വിത്തുകൾ പാവുന്ന ട്രേ അല്ലേ അതിൽ പാവണം, അതല്ലെങ്കിൽ ഗ്രോ ബാഗിൽ പാകാനായിട്ട് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞ് പേപ്പർ ഗ്ലാസ്സിൽ അതിലും പാവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടോ, കുഴിച്ചിടാൻ പറ്റും വിത്ത് പാവാൻ പറ്റുമ്പോൾ. അപ്പോൾ ട്രേയിൽ നമ്മൾ പാവി കഴിഞ്ഞാൽ അത് പിന്നെ മുളച്ച് നമ്മൾ പറിച്ച് വെക്കണം. അപ്പോൾ പിന്നെ പറിച്ച് വെക്കുമ്പോൾ പിന്നെ രണ്ടാമത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. എൻ്റെ കൈയാണെങ്കിൽ മോശം കയ്യാണ്. അപ്പോൾ പിന്നെ അത് പറിച്ച് നട്ടാൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഞാനായതുകൊണ്ട് തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പിന്നെ ഗ്രോ ബാഗ് നമുക്ക് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ മുളപ്പിച്ച് അത് നമുക്ക് അങ്ങനെ തന്നെ കൊണ്ട് വെച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ഗ്രോ ബാഗിൽ ഇതൊക്കെ തണലത്ത് വെച്ച് മുളപ്പിച്ച് ഇതാക്കാനുള്ള ഒരു സൗകര്യം ഈ വീടിൻ്റെ അകത്തില്ല. അപ്പോൾ കുട്ടികളൊക്കെ വരാണ്ട്, അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് റെഡിയാക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പേപ്പർ ഗ്ലാസ് ആണ് ഏറ്റവും നല്ലത് എന്ന് തോന്നി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് നിറച്ച് മുളപ്പിച്ച് കഴിഞ്ഞാൽ ഇതോടൊക്കെ തന്നെ നമുക്ക് ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ ചാക്കിലേക്കോ എന്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതോടെ ഇറക്കി വെച്ചാൽ ഇത് പേപ്പറാണല്ലോ. അപ്പോൾ ഇത് നനവൊക്കെ നന്നായി തട്ടുമ്പോൾ ഇതൊക്കെ കീറി ചീഞ്ഞ് പൊക്കോളും. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് വേര് പിന്നെ ലോഡും ചെയ്യും, നമുക്ക് ആ ഒരു പറിച്ചിട്ട് അതിൻ്റെ വേരൊക്കെ ഇളകി അത് പോവുകയും ചെയ്യില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യുന്ന കാര്യം കേട്ടോ. അപ്പം അത് എത്രയോട് സക്സസ് ആവുന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും നോക്കട്ടെ, എന്നിട്ട് എന്തായാലും വീണ്ടും എന്താ പറയുക, അങ്ങനെ പരാജയപ്പെട്ടു പോകാൻ പാടില്ലല്ലോ. ശ്രമിച്ചു നോക്കാം അല്ലേ. അപ്പോൾ വീണ്ടും ശ്രമിച്ചു നോക്കാം. എന്തായാലും ഒരിക്കൽ കൂടി ഇപ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കാം. നമുക്ക് പൈസക്കും ചിലവുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നാശമായി നമുക്ക് ഉപകാരപ്പെടാതെ പോകുമ്പോൾ നമുക്കൊരു വിഷമമില്ല, അത്രയും പൈസ ചിലവാക്കി.
അപ്പോൾ ഞാനിപ്പോൾ നീ ഇതിൽ നിറക്കാൻ പോകട്ടാ. വിത്തിടാം. ഇതിലിങ്ങനെ ഇത് മറ്റേ എന്തുട്ടാണ് പറയുക, ചാണകപ്പൊടി, മണ്ണും ചകിരിച്ചോറും ഇപ്പം മറ്റേ കട്ടയായിട്ട് അല്ല ഇപ്പം കിട്ടണം. അങ്ങനെ ഉണ്ട് തോന്നുന്നു. പക്ഷെ ഞാൻ വാങ്ങിച്ചത് അങ്ങനത്തെ അല്ല. അതങ്ങനെ ഒരു നനവോട് കൂടി ഇട്ടുള്ളതാണ്. അതിലെന്താ ഒക്കെ വളം എന്തൊക്കെ ഉണ്ട് തോന്നുന്നു. ഇങ്ങനെ നനവോട് കൂടി ഇങ്ങനെ കിടക്കുക. അതാണ് ഇട്ട് മേടിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിതിൽ അധികം വെള്ളമൊന്നും പാടില്ല. നമുക്ക് മണ്ണ് കൂട്ടും. മണ്ണൊക്കെ നമ്മൾ നനച്ചിട്ടാണ് അവിടുന്ന് എടുക്കാൻ തന്നെ പറ്റുള്ളൂ. മണ്ണ് അവിടുന്ന് നനച്ചിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മണ്ണ് എടുക്കേണ്ട സ്ഥലത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നനച്ചപ്പോൾ നമുക്കത് പുട്ടുപൊടി പോലെ കിട്ടും. അപ്പോൾ അത് കിട്ടി. ചാണകപ്പൊടിയും ഇതും ഇട്ടപ്പോൾ ഈ ചകിരിച്ചോറിന് തന്നെ ഉണ്ട് ഒരു നനവ്. അപ്പോൾ എന്നാലും ആ മണ്ണൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടിന് നനക്കും പോലെ ഒന്ന് വെള്ളം നനച്ചിട്ട് പുട്ടുപൊടി പോലെ ആക്കിയിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടാണ് ഇതാണ് നിറക്കാൻ പോകണം കേട്ടോ. തലയുള്ളവർക്കൊക്കെ പച്ചക്കറി ഉണ്ടാക്കാൻ നല്ലതാ. എനിക്ക് ഇതൊക്കെ നട്ടുണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ സ്ഥലമില്ലാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ എന്താ വെച്ചെങ്കിൽ ഞാൻ എന്തോ പിന്നെ ഈ കൃഷിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി പ്ലാവോ മാവോ തെങ്ങോ എന്തുട്ടായാലും വരില്ല. എന്തിട്ടാലും അത് വളരാണ്ട് അങ്ങനെ നിൽക്കും. അത് പോകൂല. നമുക്ക് പറിച്ച് കളയാൻ തോന്നൂല. എന്താ വെച്ചാൽ പോയിട്ടുണ്ടാവില്ല, അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്കത് കളയാനും പറ്റാത്തൊരവസ്ഥയിലാവും. ഞാൻ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാവും. അപ്പം അത് കാരണം ഞാൻ അതിനോട് വലിയ ഇൻട്രസ്റ്റ് കാണിക്കണില്ല. അത് വളർന്ന് നമുക്കത് ഉണ്ടായി കാണുമ്പോഴല്ലേ ഒരു സന്തോഷം. അതിപ്പോൾ ഞാൻ എന്ത് വളർത്തെടുത്താലും ഇതാക്കിയാലും അത് വളരില്ല, ഉണ്ടാവില്ല. അങ്ങനെ നിൽക്കും, കാലങ്ങളോളം നിൽക്കും. അപ്പം അത് കാരണം ആണ് കൃഷി ചെയ്യാത്ര ഇതില്ലാത്ത. പിന്നെ സ്ഥലമില്ല. അപ്പം ഞാനിപ്പോൾ വാർപ്പിൻ്റെ മേലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വാർപ്പിൻ്റെ മേലെ നമ്മൾ വെക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ചാക്കിൻ്റെ അടിയിൽ ഇതിലൊക്കെ വെള്ളം നിന്നാൽ നമുക്ക് ആ ഒരു സ്ഥലം, ആ ചാക്ക് ഇരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ അകത്തേക്ക് വെള്ളം വരും. അതൊരു ഇവിടെ അങ്ങനെ ഉണ്ടിട്ട് എല്ലാവരുടെ വീടിൻ്റെ അങ്ങനെ ഉണ്ടാണോ? എല്ലാ തട്ടിൻ്റെ മേലെ കൃഷി ചെയ്യണവരൊക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്നൊക്കെ അറിയില്ല. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴക്കാലത്ത് ഞാൻ ആ വിത്തുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിലൊക്കെ ഞാൻ ഇത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് വഴുതന നമുക്ക് തൈയായിട്ട് കിട്ടുമല്ലോ. അവിടെ ടൗണിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ടൗണിലേക്ക് ഒരു ദിവസം പോയപ്പോൾ ഈ ഇത് കിട്ടി, വഴുതനയുടെ തൈ കിട്ടി. ചെറിയ തൈകൾ കിട്ടി. അപ്പം അത് ഞാൻ ഈ പച്ചക്കറിയൊക്കെ പോയില്ലോ. അപ്പം ആ ചാക്കുകളൊക്കെ അവിടെ വളവും മണ്ണൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ച് കൊടുന്ന് നട്ടിട്ട് എന്താ വെച്ചിട്ടാ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നിൽക്കന്നെ ഉണ്ടാവണമെന്നില്ല, പോയിട്ടുമില്ല. അപ്പം അങ്ങനെ ഞാൻ 10 ദിവസം ഇവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടി ഞാനെന്നെ അപ്പം ഒരു കോണിയില്ല മേലേക്ക് കയറാനായിട്ട്. ഈ മറ്റേ ഇരുമ്പിൻ്റെ കോണി വെച്ചാൽ കയറണം. നമുക്ക് ആ കോണിയിൽ കൂടെ കയറുമ്പോൾ ഒരു കൈ കൊണ്ട് പിടിക്കണ്ടേ, പിന്നെ ഒരു കൈ കൊണ്ട് വെള്ളം അതിൻ്റെ മേലേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം ഇല്ല, പൈപ്പും വെള്ളമൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് ആ ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ വാങ്ങി. അത് ഇപ്പം 10 ദിവസം ഞാൻ അവിടെ ഉണ്ടായില്ല, പോവാം. അപ്പം ഞാൻ വെള്ളം ഒഴിക്കാൻ നമ്മൾ അയൽവക്കത്ത് ആരെങ്കിലും പറഞ്ഞാലും അവരിപ്പോൾ ഈ കോണിയും കൂടെ വെള്ളം കയറ്റി ഒഴിക്കൊന്നുമില്ല. അത്ര റിസ്ക്കൊന്നും ഇപ്പോൾ ഒരാൾ എടുക്കൂലല്ലോ. അപ്പം എന്ത് ചെയ്ത് അതിനൊക്കെ ഇറക്കി താഴത്തോട്ട് ഇറക്കിയപ്പോൾ അതിന് മുകളിൽ ഒരെണ്ണത്തിൻ്റെ മേലെ ഒരു നെല്ലിക്കട, ആ നെല്ലിക്കല്ല, ഒരു വലിയ ചെറുനാരങ്ങയുടെ അത്ര വലുപ്പത്തിലൊരു വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അത് നിൽക്കട്ടെ, ഒരു 10 തൈയുണ്ട്. അപ്പം അത് നിൽക്കുന്നുണ്ട്. അപ്പം അത് താഴത്തേക്ക് ഇറക്കി. എന്നിട്ട് ഞാൻ അയൽവക്കത്ത് പറഞ്ഞ് നിൽപ്പിച്ച്. എൻ്റെ കുഞ്ഞുമാടെ മോളുണ്ട് അടുത്ത്. ഞാൻ പറഞ്ഞവളോട് ഞാൻ വഴുതന തൈയൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്, അതിനൊക്കെ തുള്ളി വെള്ളം ഒഴിക്കണം കേട്ടാണ്. അപ്പം പിന്നെ അവൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. അത് അതേപോലെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേനൽക്കാലമായില്ലേ, അതിനി അങ്ങനെ നിൽക്കുള്ളൂ. അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഉണങ്ങാണ്ട് അങ്ങനെ നിൽക്കുന്നുള്ളൂ. പൂവിടും കായലൊന്നും ചെയ്യില്ല. ഇനി മഴക്കാലം വരുമ്പോൾ അത് തന്നെത്താനെ പൊടിച്ചുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പിരിക്കുന്നത്. അപ്പം അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ ചുറ്റുഭാഗം പറമ്പുകളാണ്. ആ പറമ്പുകളിലൊക്കെ നല്ല വലിയ വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം ഇപ്പുറത്തെ പറമ്പിൽ മരമൊക്കെ കുറച്ച് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വെയിൽ വരുന്നുണ്ട്. അപ്പം ഇനി നിലത്തുള്ള സ്ഥലത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ വെയിലില്ല, അപ്പടി തണലാണ്.
അപ്പോൾ ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ ഈ വെയിലുള്ളടത്ത് വെച്ചാലേ ഉണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം അതാണ് വിശേഷം. ഇപ്പോൾ വഴുതന ഇനിയിപ്പോൾ ഈ വേനൽക്കാലത്തൊന്നും വഴുതന ഉണ്ടാവില്ല, എന്തായാലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആ മഴ വരുമ്പോഴത്തേന് നമുക്ക് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ഉണക്കാട് നിർത്തി കഴിഞ്ഞാൽ മഴക്കാലം വരുമ്പോൾ ഉണ്ടാവുമായിരിക്കും, അതാണ് പ്രതീക്ഷ. അപ്പോൾ ആ ഒരു വഴുതനങ്ങ ഉണ്ടായത്. അപ്പോൾ അടുത്ത വീട്ടിലെ താത്ത വന്നിട്ട് എന്നോട് പറഞ്ഞ് അതിന് പൊട്ടിക്കണ്ടാടി, അത് മൂത്താൽ നല്ല പഴുത്ത് ഉണങ്ങി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിത്ത് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനൊന്നും ആ വിത്തൊന്നും മുളക്കൂല, ഉണ്ടാവില്ല. നമ്മളിപ്പോൾ പച്ചക്കറി വിത്ത് ഇപ്പോൾ വിത്ത് വാങ്ങിയിട്ട് മുതൽ നടണം. അപ്പം ഇതിൻ്റെ വിത്തെടുത്ത് നമ്മൾ ഉണ്ടാക്കിയാലൊന്നും അത് ഉണ്ടാവില്ല. അതങ്ങനെയാണ്, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഉണ്ടാവില്ല വിത്തിട്ട ചില. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പൊട്ടിക്കണില്ല, അത് പഴുക്കട്ടെ, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, പഴുത്തിട്ട് നമുക്ക് നോക്കാം, ഭാവി നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് നിർത്തിയില്ല കേട്ടോ. അപ്പം അതാണ് വിശേഷം. ഓക്കെ, ബൈ.